ഗൈഡ് കോളേജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടി ടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ടി ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിലൊരു പ്രോബ്ലം ചെയ്തു. ഇനി ടി ടെസ്റ്റിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ടെസ്റ്റിംഗ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ഓഫ് ടു സാമ്പിൾസ്. അതായത് രണ്ട് സാമ്പിൾസിൻ്റെ പോപ്പുലേഷൻ മീൻ തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത് അല്ലേ. നേരത്തെ കേസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ടി ടെസ്റ്റ് ചെയ്തിരുന്നു. അവിടെ ഒരു സാമ്പിളും ഒരു പോപ്പുലേഷൻ മീനും അല്ലേ. അവിടെ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് സാമ്പിൾ എടുക്കുന്നുണ്ട്. രണ്ട് പോപ്പുലേഷൻ മീൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ടീൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കാണണമെങ്കിൽ എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു റൂട്ട് ഓഫ് n1 ഇൻറ്റു n2 ഓൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടിയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സാമ്പിളിൻ്റെ മീനാണ്, മൈനസ് എക്സ് ബാർ 2 രണ്ടാമത്തെ സാമ്പിളിൻ്റെ ആവറേജ് ആണ്, മീനാണ്. എസ് രണ്ട് സാമ്പിളിൻ്റെയും കൂടിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നത്, ഇൻറ്റു റൂട്ട് ഓഫ് n1 ഇൻറ്റു n2. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസിനെയാണ് എന്ത് പറയുന്നത്, n1 എന്ന് പറയുന്നത്. n2 രണ്ടാമത്തെ സാമ്പിളിലെ സാമ്പിൾ സൈസാണ്. പിന്നെ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കാണണം, എസ് കാണണം. എസ് കാണുവാനുള്ള ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഓൾ സ്ക്വയർ പ്ലസ് സിഗ്മ x2 മൈനസ് എക്സ് ബാർ 2 ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ആണ്. ഇവിടെ n പ്ലസ് 1 n2 മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിന് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ രണ്ട് ടൈപ്പ് സാമ്പിൾ ഉണ്ട് അല്ലേ. ഒന്നാമത്തെ പോപ്പുലേഷൻ്റെ സാമ്പിളും ഉണ്ട്, രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ സാമ്പിളും ഉണ്ട്. അതാണ് n1 പ്ലസ് n2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സാമ്പിൾ സൈസിൽ നിന്നും ഓരോന്ന് വീതമാണ്, അല്ലെങ്കിൽ 1 എന്നുള്ളതാണ് നമ്പർ നമ്മൾ എന്താക്കേണ്ടത്, മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ n1 മൈനസ് ആണ്, അല്ലെങ്കിൽ n-1 ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് എടുത്തത് അല്ലേ. അത് അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണ്, അവിടെ ഒരൊറ്റ സാമ്പിൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ. ഒരു പോപ്പുലേഷനും ഒരു സാമ്പിളും. ഇവിടെ രണ്ട് സെറ്റ് സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. n1 എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ n2 എടുക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താക്കണം, n1 n2 ആദ്യം പരസ്പരം ആഡ് ചെയ്യണം. അതിനുശേഷം അതിൽ നിന്നും 2 എന്ന് പറയുന്ന സംഖ്യ എന്താക്കണം, മൈനസ് ചെയ്യണം. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും ഓക്കെ അല്ലേ. നമ്മൾ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രോബ്ലം ഇതാണ്. ദി ഹൈറ്റ് ഓഫ് 6 റാൻഡംലി ചൂസൺ സോൾജേഴ്സ് ആർ 76, 70, 68, 69, 69, 68. Choose of 6 randomly chosen sailors are 68, 64, 65, 69, 72, 64. Discuss on the basis of this data that the soldiers are on an average taller than sailors use t-test. അതായത് 6 സോൾജേഴ്സിന് എടുത്തിട്ടുണ്ട്, അവരുടെ ഹൈറ്റ് ഇഞ്ചസിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6 സെയിലേഴ്സിനും തന്നിട്ടുണ്ട്, അവരുടെ ഇഞ്ചും നമുക്ക് അവരുടെ ഹൈറ്റും നമ്മൾ ഇഞ്ചിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, സോൾജേഴ്സ് സെയിലേഴ്സിനേക്കാൾ ഹൈറ്റ് കൂടിയവരാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്ത് പ്രകാരം, ഏത് ടെസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, യൂസ് ടി ടെസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സോൾജേഴ്സിൽ നിന്നും ഒരു 6 റാൻഡംലി സെലക്ട് സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിലേഴ്സിൽ നിന്നും ഒരു 6 ആൾക്കാരെ നമ്മൾ സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സെറ്റ് സാമ്പിൾ ഉണ്ട്, 2 സെറ്റ് സാമ്പിൾ ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്താക്കുന്നത്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം നൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാണ്. നൾ ഹൈപ്പോത്തീസിസ് എന്താണ്, there is no difference in height of sailors and soldiers. സോൾജേഴ്സിൻ്റെയും സെയിലേഴ്സിൻ്റെയും ഹൈറ്റ് തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല എന്നുള്ള ഒരു അസംഷനാണ് നമ്മൾ ആദ്യം H0 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ടി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു റൂട്ട് ഓഫ്
n1 into n2 all divided by n1 plus n2 എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഈ എസ് കാണുവാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ് എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ x1 minus x bar 1 whole square plus sigma x2 minus x bar 2 whole square all divided by n1 plus n2 minus 2 ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള സെയിലേഴ്സിന്റെയും അതേപോലെ തന്നെ സോൾജേഴ്സിന്റെയും ഹൈറ്റ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ അല്ലെ. ഓക്കെ, അവിടെ ആദ്യം നമ്മൾ എന്ത് കാണണം, എക്സ് ബാർ 1ഉം എക്സ് ബാർ 2ഉം നമ്മൾ കാണണം. അതിനുശേഷം മാത്രമേ നമുക്ക് എസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. കാരണം ഇവിടെ എസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, x1ൽ നിന്നും എക്സ് ബാർ 1 മൈനസ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾജേഴ്സിന്റെ മാത്രം ഹൈറ്റ് ആണ് ഏത്, x1. ഇനി അടുത്തത് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലേഴ്സിന്റെ മാത്രം ഹൈറ്റ് ആണ് x2. ഇനി ഈ സോൾജേഴ്സിന്റെ ഹൈറ്റിന്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ബാർ 1 എന്ന് പറയുന്നത്. സെയിലേഴ്സിന്റെ ഹൈറ്റിന്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, എക്സ് ബാർ 2 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഈ സോൾജേഴ്സിന്റെ ഹൈറ്റിൽ നിന്നും അവരുടെ ആവറേജ് ഹൈറ്റ് നമ്മൾ മൈനസ് ചെയ്യണം, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കണം. അതിനാണ് സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്, എക്സ് ബാർ 1ഉം കാണണം, എക്സ് ബാർ 2ഉം കാണണം. ആദ്യം x1 ഞാനിവിടെ എഴുതുകയാണ്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോൾജേഴ്സിന്റെ ഹൈറ്റ് ആണ്. x1 എന്ന് പറയുന്നത് സോൾജേഴ്സിന്റെ ഹൈറ്റ് ആണ്, ഇഞ്ചസിലാണ് തന്നിട്ടുള്ളത്. x2 എന്ന് പറയുന്നത് സെയിലേഴ്സിന്റെ ഹൈറ്റ് ആണ്, അതും ഇഞ്ചസിലാണ്. ഓക്കെ, ആദ്യം ഇവിടെ നമ്മൾ എന്ത് കാണണം, എക്സ് ബാർ 1 കാണണം. എക്സ് ബാർ 1 എന്ന് പറയുന്നത് എന്താണ്, സോൾജേഴ്സിന്റെ ആവറേജിനെയാണ് എക്സ് ബാർ 1 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എക്സ് ബാർ 1 കാണുവാനുള്ള ഇക്വേഷൻ എന്താണ്, ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്തിട്ട് ഇതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് എന്താക്കിയാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 420 ആണ് x1ന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 420 ഡിവൈഡഡ് ബൈ x bar is equal to 420 divided by 6 അല്ലെ. മൊത്തം എത്ര ആൾക്കാരുണ്ട്, 6 ആൾക്കാരാണുള്ളത്. ആൻസർ 70. അപ്പൊ എക്സ് ബാർ എന്ത് കിട്ടി, എക്സ് ബാർ 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 70 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കാണേണ്ടത്, എക്സ് ബാർ 1 ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം, ഈ x1ൽ നിന്നും ഈ എക്സ് ബാർ 1 നമ്മൾ മൈനസ് ചെയ്യണം അല്ലെ. അതായത് x1 മൈനസ് എക്സ് ബാർ 1, 76ൽ നിന്നും 70 ആണ് മൈനസ് ചെയ്യേണ്ടത്. 70 ആയിരുന്നു നമുക്ക് കിട്ടിയ എക്സ് ബാർ 1 എന്ന് പറയുന്നത്. 70 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, -6 എന്ന് കിട്ടും. 70ൽ നിന്നും 70 പോയി കഴിഞ്ഞാൽ 0. 68ൽ നിന്നും 76ൽ നിന്നും 70 പോയി കഴിഞ്ഞാൽ 6 ആണ്. 70ൽ നിന്നും 70 പോയി കഴിഞ്ഞാൽ 0. 68 മൈനസ് 70 മൈനസ് 2, 69 മൈനസ് 1, 69 minus 1, 68 minus 70 is equal to -2. ഓക്കെ, ഇനി അടുത്തത് x1 മൈനസ് എക്സ് ബാർ 1 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ x1 മൈനസ് എക്സ് ബാർ 1ന്റെ ഹോൾ സ്ക്വയർ കാണണം. അതായത് ഈ സംഖ്യയുടെ സ്ക്വയർ കാണാം. x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ 6ന്റെ 36 ആണ്. 0 മൈനസ് 2 4 ആയി മാറും. മൈനസ് സംഖ്യയുടെ സ്ക്വയർ എപ്പോഴും എന്താണ്, പ്ലസ് ആണ് അല്ലെ. 114 അല്ലെ. ഇനി ഇവിടെ നോക്കുക, ഇതിന്റെ മുമ്പിൽ എന്തുണ്ട്, സിഗ്മ ഉണ്ട്. സിഗ്മ വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഇത് മൊത്തമായിട്ട് താഴോട്ട് ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ. അപ്പൊ എത്ര കിട്ടും, 46 എന്ന് കിട്ടും. 46 സിഗ്മ x1 മൈനസ് എക്സ് ബാർ 2 ആണ് എന്ത്, 46. സിഗ്മ x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 46. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്ത് നമ്മൾ എന്ത് കാണണം, എക്സ് ബാർ 2 കാണണം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. എക്സ് ബാർ 2 കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, x2ൽ നിന്നും ഈ എക്സ് ബാർ 2 മൈനസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ കാണുക. ഇവിടെ
x1 മൈനസ് എക്സ് ബാർ 1 ഹോൾ സ്ക്വയർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് x2 മൈനസ് എക്സ് ബാർ 2 ഹോൾ സ്ക്വയർ കാണുവാൻ വേണ്ടി നമ്മൾ ചെയ്തത്. ഇവിടെ എക്സ് ബാർ 2 എന്ന് പറയുന്നത് എത്രയാണ്? 67 ആണ് നമുക്ക് കിട്ടുക. അതായത് ഈ x2 മൊത്തമായിട്ട് കൂട്ടി കഴിഞ്ഞിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 67 എന്ന് കിട്ടും. ഇനി ഓരോ x2ൽ നിന്ന് നമ്മൾ എക്സ് ബാർ 2 മൈനസ് ചെയ്യണം, അതാണ് ഈ കോളം. അതിനുശേഷം അതിന്റെ സ്ക്വയർ കാണുക, അതാണ് ഈ അതിനുശേഷം കൊടുത്തിട്ടുള്ള ഈ കോളം. ഈ കോളത്തിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സിഗ്മ x1 മൈനസ് എക്സ് ബാർ 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. എത്ര കിട്ടി? 62 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, ഇക്വേഷനുള്ള ഇത്രയും ഭാഗമാണ് 46 അല്ലെ, ഇത്രയും ഭാഗമാണ് 52. ഇനി n1 പ്ലസ് n2 മൈനസ് 2, ഇതിന് നമ്മൾ എന്താ പറയുക? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ് പറയുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം n1 പ്ലസ് n2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 10 എന്നാണ് കിട്ടുക അല്ലെ. 6 ആണ് n1, 6 തന്നെയാണ് n2 ഈസ് ഈക്വൽ ടു 12, 12 മൈനസ് 2 ഈസ് ഈക്വൽ ടു 10 അല്ലെ. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 10 എന്നും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എസിന്റെ വാല്യൂ കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ ഇക്വേഷനിലോട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തായി നമ്മൾ എസിന്റെ വാല്യൂ കാണുകയാണ്. എസിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞതാണ്. ആ വാല്യൂസ് ഒക്കെ നമ്മൾ എന്താക്കുന്നു? ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു √46 പ്ലസ് 52 ഓൾ ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 3.13. ഓക്കെ, അപ്പോൾ എസിന്റെ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞു. എസ് ഈസ് ഈക്വൽ ടു 3.13. അടുത്ത് നമ്മൾ എന്താ കാണേണ്ടത്? ടിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ടിയുടെ വാല്യൂ കാണുവാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു √n1 ഇൻറ്റു n2 ഓൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ടീന്റെ വാല്യൂ കാണുവാൻ വേണ്ടി നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താക്കിയാൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x1 നമുക്കറിയാം എത്രയാണ്? എക്സ് ബാർ 1 എന്ന് പറയുന്നത് 70 നമുക്ക് നേരത്തെ കിട്ടിയതാണ് അല്ലെ. ഓക്കെ, എക്സ് ബാർ 2 67 എന്ന് നമുക്ക് നേരത്തെ കിട്ടി. എസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3.13 ഇൻറ്റു n1 ഇൻറ്റു n2. n1ന്റെ വാല്യൂ 6 ആണ്, n2ന്റെ വാല്യൂ 6 ആണ്. 6 ഇൻറ്റു 6 ഓൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആണ്. 6 പ്ലസ് 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? ടിയുടെ ആൻസർ കിട്ടും. ഇവിടെ ആദ്യം നമ്മൾ 70 മൈനസ് 67 ചെയ്യുക, എന്നിട്ട് അതിനെന്താക്കുക? 3.13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 6 ഇൻറ്റു 6 ചെയ്യണം. അതിനുശേഷം അതിനെ 6 പ്ലസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട് കാണുക, എന്നിട്ട് ഇവിടെ കിട്ടിയ വാല്യൂ എന്താക്കുക? പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുക 1.66 എന്നാണ് ടിയുടെ വാല്യൂ കിട്ടുക. ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 1.66. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടിയുടെ ടേബിൾ വാല്യൂ ആണ് കാണേണ്ടത്. ടേബിൾ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടണം. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കാണുവാനുള്ള ഇക്വേഷൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. n1 പ്ലസ് n2 മൈനസ് 2 എന്നുള്ളതാണ് അല്ലെ. 2 സെറ്റ് സാമ്പിൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സെറ്റ് സാമ്പിളിനെയും രണ്ടാമത്തെ സെറ്റ് സാമ്പിളിനെയും പരസ്പരം ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. അപ്പോൾ ആൻസർ 10 എന്നാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എത്ര എടുക്കണം? 5% ആണെന്ന് എടുക്കണം. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ആൽഫ ഈസ് ഈക്വൽ ടു 0.05 എന്നാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്നും ഇനി നമ്മൾ എന്ത് കാണണം? ടേബിൾ വാല്യൂ കാണണം. അപ്പൊ ആൽഫയുടെയും ഡിഗ്രി ഓഫ് ഫ്രീഡവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ടേബിൾ വാല്യൂ കാണാം. അപ്പൊ ടേബിൾ വാല്യൂ എങ്ങനെയാ കാണുക എന്നുള്ളത് നമ്മൾ ടി ടെസ്റ്റിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ട മെത്തേഡ് കുറച്ച് ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക, ആൽഫ എന്ന് പറയുന്നത് 0.05ഉം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 10 ആവുന്ന സമയത്ത് ടിയുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.228 ആണ്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ 1.66ഉം ടേബിൾ വാല്യൂ 2.228ഉം ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം അല്ലെ. കാരണം എന്താണ്?
കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് അല്ലെ. അപ്പൊ എപ്പോഴും ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യല്, നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യല്. അപ്പൊ H0 എന്ന് പറയുന്നത് എന്താണ്, there is no difference in the height of soldiers and sailors അല്ലെ. അതായത് സെയിലേഴ്സിന്റെയും സോൾജിയേഴ്സിന്റെയും ഹൈറ്റ് തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല. അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ആവറേജ് എന്താണ്, തുല്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഈ ഒരു പ്രോബ്ലത്തിന്റെ കൺക്ലൂഷൻ. അതായത് സോൾജിയേഴ്സിന്റെയും സെയിലേഴ്സിന്റെയും ആവറേജ് ഹൈറ്റ് തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല. അത് നമ്മൾ എങ്ങനെയാണ് നമ്മളത് പറഞ്ഞത്, നമ്മളായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലത്തിലൂടെ. ഇത് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മൾ അതിനെ പ്രൂവ് ചെയ്ത് എന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 2 സെറ്റ് സാമ്പിളാണ് എടുത്തത് അല്ലെ. എന്നിട്ട് അതിന്റെ പോപ്പുലേഷന്റെ ആവറേജ് തമ്മിൽ എന്തെങ്കിലും ഈക്വാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തത് അല്ലെ. ഇവിടെ നോക്കുക ടെസ്റ്റിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫ് 2 സാമ്പിൾസ്. ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്തത് എന്ത് തന്നെയാണ്, നമ്മൾ 2 സാമ്പിൾസിന്റെ ഡിഫറൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ സാമ്പിൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത്തരത്തിലുള്ള സാമ്പിളിനെ നമ്മൾ എന്താക്കുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു കോളേജിലെ ഒരു 10 കുട്ടികളെ എടുക്കുന്നു, അവർക്കൊരു എക്സാം നടത്തുന്നു. ഓക്കെ, എക്സാം നടത്തി അവരുടെ ഒരു ആവറേജ് മാർക്ക് നമ്മൾ നോക്കി 70 എന്നായിരിക്കും ചിലപ്പോൾ അല്ലെ. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു 10 ഡിഫറെന്റ് മാർക്കായിരിക്കും കിട്ടുക. അതിനുശേഷം ഈ 10 കുട്ടികളെ നമ്മൾ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വിടുകയാണ്. ഓക്കെ, ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്നു. ഈ 10 കുട്ടികളെ, അതായത് ഈ സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള, ഈ ആദ്യത്തെ സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിടുന്നത് അല്ലെ. എന്നിട്ട് വീണ്ടും അവർക്ക് മറ്റൊരു ടെസ്റ്റ് നടത്തുകയാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന മാർക്കിനെ നമ്മൾ എന്ത് പറയുന്നു, X2 എന്ന് പറയുന്നു. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടാം, ചിലപ്പോൾ മാർക്ക് കുറവ് കിട്ടാം. ഇവിടെ നോക്കുക, ആദ്യം നമ്മൾ സാമ്പിളായിട്ട് എടുത്ത അതേ കുട്ടികളെ തന്നെയാണ് വീണ്ടും നമ്മൾ എന്താക്കുന്നത്, സാമ്പിളായിട്ട് ഇവിടെ എടുക്കുന്നത് അല്ലെ. പക്ഷെ നേരത്തെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ കേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 2 സാമ്പിൾസ് ആണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ X1 എന്ന് പറയുന്ന സാമ്പിളും X2 എന്ന് പറയുന്ന സാമ്പിളും എന്താണ്, സെയിം തന്നെയാണ്. പക്ഷെ അവർക്കിടയിൽ എന്തോ ഒരു ചെറിയ പ്രൊസീജിയർ നടക്കുന്നുണ്ട് അല്ലെ. രണ്ടും ഡിപ്പെൻഡന്റ് ആണ്, അതിനിടയിൽ എന്തോ ഒരു ചെറിയ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അപ്പൊ ഈ X1ഉം X2ഉം തമ്മിൽ എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഇതിന്റെ ഇടയിൽ, അതായത് ഈ X1ഉം X2ഉം എന്ന് പറയുന്ന സാമ്പിൾ എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ X2വിൽ കിട്ടിയ മാർക്ക് എന്തായിരിക്കും, അവർക്ക് അവരുടെ ആവറേജ് മാർക്ക് കൂടുതലായിരിക്കും അല്ലെ. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ആവറേജ്, അതായത് X1ന്റെയും X2ന്റെയും ആവറേജ് മാർക്ക് തമ്മിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് അവർക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, X1 എന്ന് പറയുന്ന അതേ സാമ്പിൾ തന്നെയാണ് നമ്മൾ X2 എന്നുള്ള രീതിയിലും എടുക്കുന്നത്. അതിന്റെ ഇടയിൽ എന്തോ ഒരു ചെറിയ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, ഡിപ്പെൻഡന്റ് സാമ്പിൾ ഓർ മാച്ച്ഡ് പെയർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഡിപ്പെൻഡന്റ് സാമ്പിളിൽ നമ്മൾ ടിയുടെ വാല്യൂ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ T is equal to d bar root n all divided by S ആണ്. d bar root n all divided by S ആണ്. അപ്പൊ d bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, d bar എന്ന് പറയുന്നത്, നമ്മളിവിടെ d bar കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സാമ്പിൾ സെറ്റുമായിട്ടുള്ള ഡീവിയേഷൻ, അതിന്റെ ആവറേജ് ആണ് എന്ത്, d bar എന്ന് പറയുന്നത്. അതായത് 2 സാമ്പിളിന്റെയും ഡീവിയേഷൻ തമ്മിലുള്ള ഒരു ആവറേജ്, 2 സാമ്പിളിന്റെ ഡീവിയേഷന്റെ ഒരു ആവറേജ് ആണ് d bar എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് S ആണ്. S കാണുവാനുള്ള ഇക്വേഷൻ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീവിയേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്, S എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് സിഗ്മ d സ്ക്വയർ മൈനസ് n ഇൻറ്റു d bar ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ n മൈനസ് 1 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്യാണ്. പ്രോബ്ലം ഇതാണ്. 5 കാൻഡിഡേറ്റ്സ് ഉണ്ട്, 1 2 3 4 5. അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുക, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള IQ ലെവലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തതിന് ശേഷമുള്ള IQ ലെവലാണ് IQ ആഫ്റ്റർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ നോക്കാം, IQ ബിഫോർ ട്രെയിനിങ് അല്ലെ. അതായത് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പുള്ള കാൻഡിഡേറ്റ് 1ന്റെ IQ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്, 110 ആണ് അല്ലെ. രണ്ടാമത്തെ ആളുടേതോ 120 ആണ്. ഇവിടെ മൂന്നാമത്തെ ആളുടേത് 1
123 ആണ്, 132, 125 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ നോക്കാം, ഇനി അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് കൊടുത്തപ്പോൾ ഒന്നാമത്തെ ആളുടെ IQ 110 നിന്നും എത്രയായി 120 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഇനിയോ 120 നിന്നും രണ്ടാമത്തെ ആളുടെ 120 നിന്നും 118 ആയിട്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ആളുടെ 125 ആണ്, അടുത്ത ആളുടെ 136 ആണ്, അടുത്ത ആളുടെ 121 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, കുറച്ച് ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ടെസ്റ്റ് വെദർ ദർ ഈസ് എനി ചേഞ്ച് ഇൻ IQ ആഫ്റ്റർ ദി ട്രെയിനിങ് പ്രോഗ്രാം. ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഇവരുടെ IQ-വിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കണം, നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള സാമ്പിൾ തന്നെയാണ് രണ്ടാമത് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അതായത് ആദ്യം 5 പേരെ എടുത്തു, ആ 5 പേരെ തന്നെയാണ് നമ്മൾ രണ്ടാമതും എടുത്തിട്ടുള്ളത് അല്ലെ. അവർക്കിടയിൽ എന്ത് നടന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ, അവർക്കിടയിൽ ആ എടുത്ത 2 ടൈമിന്റെയും ഇടയിൽ ഒരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്താക്കുന്നത്, ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇവിടെ H0 സെറ്റ് ചെയ്ത് വെക്കുന്നു. H0 എന്താണ്, there is no significant difference in IQ ബിഫോർ ട്രെയിനിങ് ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് അല്ലെ. H0 നമ്മൾ എപ്പോഴും ഒരു ഈക്വാലിറ്റി സൈൻ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ സാമ്പിളും രണ്ടാമത്തെ സാമ്പിളിലെയും ആവറേജ് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, there is no significant difference in IQ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് അല്ലെ. അതായത് ട്രെയിനിങ് കൊടുത്തിട്ട് യാതൊരുവിധ ഫലവും ഇല്ല, അവരുടെ എല്ലാവരുടെയും ആവറേജ് IQ എന്ന് പറയുന്നത് ട്രെയിനിങ്ങിന് മുമ്പും ട്രെയിനിങ്ങിന് ശേഷവും എന്താണ് ഈക്വൽ ആണ്. അതുകൊണ്ട് there is no significant difference in IQ level എന്നുള്ള H0 ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക, നമുക്കറിയാം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ടിയുടെ വാല്യൂ കാണുവാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്, d bar √n divided by S എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ T = d bar √n divided by S എന്നുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, S ന്റെ വാല്യൂ കാണണം അല്ലെ. S ന്റെ വാല്യൂ കാണുവാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, √σ d² മൈനസ് n ഇൻറ്റു d bar ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 എന്നുള്ളതാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം IQ ബിഫോർ IQവും ആഫ്റ്റർ IQവും 2 കോളമാക്കി എഴുതുകയാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യന് ഒരു ടേബിൾ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ എന്താണ്, IQ ബിഫോർ ആണ്, അതായത് ട്രെയിനിങ്ങിന് മുമ്പുള്ള IQ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ IQ ആഫ്റ്റർ ആണ്, അതായത് ട്രെയിനിങ്ങിന് ശേഷമുള്ള IQ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് കാണണം, ആദ്യം D കാണണം. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ രണ്ടാമത്തെ IQ ലെവലിൽ നിന്നും ഒന്നാമത്തെ IQ ലെവൽ മൈനസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാമത്തിൽ നിന്നും ഒന്നാമത്തെ മൈനസ് ചെയ്യലാണ്. അപ്പൊ ഇവിടെ എത്രയാണ്, 120 മൈനസ് 110 ആണ് അല്ലെ. ആൻസർ 10 ആണ് അല്ലെ. പിന്നെ അടുത്തത് -2 ആണ്, അടുത്തത് 2 ആണ്, അടുത്തത് 4 ആണ്, അടുത്തത് -4 ആണ് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഡീന്റെ വാല്യൂ കിട്ടി. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡീന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണണം, d² കാണണം അല്ലെ. d² കാണുക. d² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഈ ഡിയുടെ സ്ക്വയർ ആണ് d². 100 4 4 16 d² കിട്ടി. ഇനി നമുക്ക് ഇവിടെ കാണേണ്ട എന്താണ്, d ബാർ കാണണം. d ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ d ബാർ കാണുവാനുള്ള ഇക്വേഷൻ സിഗ്മ d, അതായത് d ബാർ കാണുവാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ d ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ d ബാർ കാണുവാൻ വേണ്ടി സിഗ്മ d ആദ്യം കാണണം. സിഗ്മ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിയുടെ ടോട്ടൽ ആണ്. ഡിയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, സിഗ്മ d = 10 എന്ന് കിട്ടും അല്ലെ. മൊത്തമായിട്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക് 10 എന്നാണ് ആൻസർ കിട്ടുക. ആൻസർ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ വരുന്നത്, 5 അല്ലേ വരുന്നത്. 5 = 2 ആണ് d ബാർ എന്ന് പറയുന്നത്. അപ്പൊ d ബാർ കിട്ടി. ഇനി അടുത്ത എന്ത് വേണം, നമ്മള് d² ടോട്ടൽ കാണണം. ഇവിടെ നോക്കുക, d² ടോട്ടൽ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ്, ഇവിടെ s കാണണമെങ്കിൽ സിഗ്മ d² വേണം അല്ലെ. d² നമ്മൾ കണ്ടിട്ടുണ്ട്. സിഗ്മ d² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, d² ടോട്ടൽ ആണ്. അപ്പൊ d² ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് മൊത്തമായിട്ട് കൂട്ടലാണ്. 100 + 140 എന്ന് കിട്ടും അല്ലെ. ഓക്കെ, സിഗ്മ d² എത്രയാണ്, 140. സിഗ്മ d² 140 d bar 2 അല്ലെ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
ടിയുടെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്തിന്റെ വാല്യൂ കാണണം? എസിന്റെ വാല്യൂ കാണണം. എസിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു ഡി ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കണം, എസിന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഇക്വേഷനിലോട്ട് നമുക്കുള്ള വാല്യൂ നമ്മൾ എന്താക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 140 മൈനസ് എൻ എത്രയാണ്? നമ്മൾ എത്ര സാമ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്? 5 സാമ്പിൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെ. അത് 2 ഘട്ടമായിട്ട് നമ്മൾ എടുത്തിട്ട് തന്നേ ഉള്ളൂ. അപ്പൊ സാമ്പിളിന്റെ സൈസ് ഇവിടെ എത്ര തന്നെയാണ്? 5 എണ്ണം തന്നെയാണ് അല്ലെ. 5 ഇൻറ്റു ഡി ബാറോ, ഡി ബാർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2 ആണ്. ഡി ബാർ സ്ക്വയർ എന്നാണ് ഇക്വേഷനിൽ, അതുകൊണ്ട് 2 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1, 5 മൈനസ് 1. ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 5.47 എന്നാണ് നമുക്ക് കിട്ടും. അപ്പൊ എസിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എസിന്റെ വാല്യൂ 5.47. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ടിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ടിയുടെ വാല്യൂ കാണുവാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ഡി ബാർ ഇൻറ്റു റൂട്ട് എൻ ഓൾ ഡിവൈഡഡ് ബൈ എസ് ആണ് അല്ലെ. ഡി ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു അല്ലെ റൂട്ട് എൻ എത്രയാണ്? റൂട്ട് 5 ഓൾ ഡിവൈഡഡ് ബൈ എസ് 5.47 ആണ്. ഓക്കെ, ഇതിന്റെ ആൻസർ 0.817 ആണ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ടിയുടെ വാല്യൂ 0.817. അപ്പൊ ഇവിടെ നമുക്ക് ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.817 ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 4 ആണ്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 5% ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്, അതായത് 4 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ 5% ആൽഫയുടെ വാല്യൂ എടുത്ത ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.7 ആണ്. അപ്പൊ ടേബിൾ വാല്യൂ 2.7ഉം ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 0.817 ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് ഏത്? ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സാധാരണ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യും. H0 അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? there is no significant difference in IQ before training and after training അല്ലെ. അതായത് ട്രെയിനിങ് കൊടുത്തിട്ടും അവരുടെ IQ ലെവലിൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അതായത് ആ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ച് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്? ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് അല്ലെ, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? H0 അക്സെപ്റ്റ് ചെയ്യും അല്ലെ. H0 അക്സെപ്റ്റ് ചെയ്യും. ഇനി ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ H0 റിജക്റ്റ് ചെയ്യും. അതായത് ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുക. പക്ഷെ ഇവിടെ നമുക്ക് ടേബിൾ വാല്യൂ കൂടുതലും കാൽക്കുലേറ്റഡ് വാല്യൂ കുറവുമായതുകൊണ്ട് നമ്മളിവിടെ H0 അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിട്ട് IQ ലെവലിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് ട്രെയിനിങ് പ്രോഗ്രാം യാതൊരുവിധ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റവും ഈ 5 കാൻഡിഡേറ്റിലും അതേപോലെ തന്നെ ആരിലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ. ഇതോടുകൂടി ടി ടെസ്റ്റിന്റെ ഏകദേശം എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം നമുക്ക് പറ്റാവുന്നിടത്തോളം പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് കൈൻഡ് ആണ് എല്ലാം, ഓരോ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ F ടെസ്റ്റ് ചെയ്യുന്നതാണ്.